evolution and research are completely different. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോണത് ഗ്രോക്കിൻ്റെ വീഡിയോ ആണ്. ഗ്രോക്ക് നമുക്ക് ഓൾറെഡി അറിയാം, അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ടാങ്കാണ്. പക്ഷേ അധികം പേർക്ക് അത് യൂസ് ചെയ്യാനുള്ള ടെക്നിക്കൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഉള്ളത് ഓപ്പോസിറ്റിൽ ഫ്രാങ്കോയും ഒന്നും വലിയ സീനില്ല. ഗ്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ടാങ്ക് മാത്രം. അതായത് ഒരുപാട് കില്ല് വേണം എന്നുള്ളവർക്കൊന്നും നമുക്ക് ഗ്രോക്ക് ഉപയോഗിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം കില്ലല്ല, ഗ്രോക്കിനെ കൊണ്ട് നമുക്ക് ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സപ്പോർട്ട് മാത്രമാണ്. ഒരുപാട് കില്ലെടുക്കുന്ന ഹീറോസ് ഇതേപോലെ അടുത്ത് മാർക്സ്മാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ജസ്റ്റ് സപ്പോർട്ട് മാത്രമാണ് ഗ്രോക്ക്. അങ്ങനെ ഫസ്റ്റ് സ്കില്ല് ഇതാണ്. വാളൊരു ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് വാൾ ചെയ്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ആ ഹീറോനെ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ 2 സെക്കൻഡ്. നമ്മളിപ്പോൾ മാർക്സ്മാൻ ഉണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് അതിനടിച്ചിടാൻ പറ്റും. അതുപോലെ ഹീറോസിനെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ മിനിയൻസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സ്കില്ല് എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്ത് പിടിച്ച് സ്റ്റോക്ക് അങ്ങനെ വലുതാവും. അതിൻ്റെ അറ്റാക്ക് അളവ് കൂടും. അതാണ് ഗ്രോക്കിനുള്ള വേറെ കുറച്ച് ലാഗായിട്ട് കളിക്കേണ്ടി വരും. സ്റ്റോക്ക് വെച്ച് കളിക്കാൻ നമുക്ക് ആ സൈഡ് നമ്മൾ ലോക്ക് ചെയ്തു. അപ്പോൾ ആ സൈഡിൽ പോകാൻ പറ്റും. പിന്നെ ബാറ്റിൽ എംബ്ലം എടുക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിയത് ഈ നമുക്ക് HP കൂടുന്ന ടൈപ്പ് അതായിരിക്കും ബെറ്റർ. ഒരേ സമയം നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മാർക്സ്മാനോ ഫൈറ്ററൊക്കെ ഒപ്പം ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽത്തും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അവിടെ ബ്ലോക്ക് ചെയ്തു. നമുക്ക് നമ്മുടെ സ്കില്ല് യൂസ് ചെയ്യാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബൂസ്റ്റർ അത് ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് നമുക്ക് സ്കില്ല് യൂസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അതിൽ ബെറ്റർ ചോയ്സ് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ആദ്യം റീകോൾ ചെയ്ത് പോയി എന്നാലേ നമുക്ക് ഫില്ലാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് 3 സ്കില്ല് ഒരു സ്കില്ല് യൂസ് ചെയ്യാം. കില്ല് കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് ഗ്രോക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കില്ലല്ല ഗ്രോക്കിൻ്റെ എന്താ പറയുക, സ്കില്ല് എന്നൊക്കെ പറയാം, സപ്പോർട്ട് മാത്രം. നല്ല രീതിയിൽ നമുക്ക് അവിടെ ബ്ലോക്ക് ചെയ്യാം. ബ്ലോക്ക് ചെയ്തിട്ട് മിനിയൻസിന് അടിക്കാം. മിനിയൻസിന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലെവൽ കൂടും. അതുകൊണ്ട് തന്നെ മിനിയൻസിന് ആദ്യം ഫസ്റ്റ് അടിച്ചതിന് ശേഷം ഹീറോസ്. റീകോളായി പോയത് നമ്മുടെ കില്ലാവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഓൾറെഡി തേർഡ് സ്കില്ല് ഓപ്പൺ ആയിട്ടുണ്ട്. തേർഡ് സ്കില്ല് എന്താ വെച്ചാൽ നമ്മൾ ഇതുപോലെ വാൾ ചെയ്തതിനു ശേഷം തേർഡ് സ്കില്ല് അടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പോയിട്ട് അവർ സ്ട്രൈക്ക് ചെയ്യും. ഭയങ്കര പവർഫുള്ളാണ്.
നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഹീറോസിനെയൊക്കെ ട്രോളാൻ പറ്റും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ. ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചു തരാം. അവിടെ ഗ്രോക്കിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഹീറോസിനെ അവരെ കൊല്ലാൻ പറ്റും. Want to know my age? Have you ever seen an ancient one? Sorry, I didn't mean to push you. അപ്പോൾ ആ ഒരു തേർഡ് സ്കിന്നിൻ്റെ സ്ട്രൈക്ക് കൊണ്ടാണ് ആ ഹീറോയുടെ മരിച്ചത്. അവരുള്ള സമയത്ത് ഒരു ലോക്ക് ചെയ്തു. Have you ever seen an ancient one? Is powerful. Your team destroyed a turret. Wait for me. Wait for me. Let Groot go first. നമ്മൾ ഇന്ന് നമ്മൾ ലോക്ക് ചെയ്തു, പക്ഷെ Rough അടിക്കാൻ nights പറ്റും. sleeping. Sorry, I didn't mean to push you. ആക്ച്വലി വെനം എന്ന് പറഞ്ഞ സ്കിന്നാണ് കണ്ടോ, നമ്മുടെ മാർസ്മാൻ അടിക്കാൻ വന്ന ഇന്നാണ്. An ally has been slain. An enemy has been slain. നമ്മളിങ്ങനെ സ്കില്ല് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി മുകളിലൊരു ഇൻഡു അയക്കുന്നത്, നമ്മൾ അതിൽ ട്രാക്ക് ചെയ്തിട്ട് അതിലേക്ക് എത്തിച്ചാൽ Killing spree. സ്കില്ല് ക്യാൻസൽ ആവും. An ally has slain the turtle. Request backup. Understood. Want to know my age? നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം, അവിടെ ഇന്നെ ലോക്ക് ചെയ്തിട്ട് നിൽക്കുക. An enemy has been slain. ഇപ്പോഴാണ് എങ്ങോട്ടും പോകാൻ. Enemy has been slain. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി അവർ 4-5 പേരുണ്ട്. Want to know my age? An enemy has been slain. You have been slain. Double kill. Initiate retreat. Sorry. അങ്ങനെ കണ്ടില്ല, നമ്മൾ Don't ഇല്ല നോക്കാണ്ട് കളിച്ചത് കൊണ്ട് തന്നെ Try again. 9 അതിൻ്റെ അടുത്ത് നമുക്ക് ഓൾറെഡി ഇവിടെ ഗ്രോക്ക് ഈ സൈഡിൽ ഉണ്ടാവുന്നതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഈ സൈഡിലേക്ക് വരേണ്ടി വരും. കാരണം ഒരു സൈഡിൽ തന്നെ ഇപ്പോൾ നമ്മൾ കളിച്ചിരുന്നത് ഗോൾഡ് ലൈനിലാണ്. ഗോൾഡ് ലൈനിൽ തന്നെ 2-3 ഹീറോസിന് വന്നിട്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ അവരെ ബാക്കിയുള്ള ലൈന് രണ്ടും മിഡ് ലൈനും എക്സ്പേർട്ടും അതുപോലെ തന്നെ അത് ബ്രേക്ക് ആവും. ഉണ്ടോ, എല്ലാം വൈപ്പായി, 2 ലൈനും പോയി. തുടങ്ങിയിട്ട് നമ്മൾ പോയി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു
കുറച്ച് സമയമായിട്ടുള്ളൂ. Slain an enemy. Sorry, I didn't mean to push you. Mega kill. അപ്പോൾ തന്നെ നമുക്ക് അഡ്വാൻറ്റേജ് ആയില്ല. അവിടെ 3 ഹീറോസ് വരുന്നു. അവരവിടെ തന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. Request backup. ഞാൻ കളിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് സെക്കൻഡ് സ്കില്ല് എപ്പോഴും നമ്മുടെ കൺട്രോളിൽ വേണം. അതായത് എപ്പോഴും സെക്കൻഡ് സ്കില്ല് അടിക്കാൻ അതായത് ഹോൾഡ് ചെയ്ത് വെച്ച് അതേപോലെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റണം. നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. Have you ever seen an ancient one? Mega kill. You have been slain. So tired. I'm going to ഇങ്ങനെ നമ്മൾ 4 പേര് കൂടിയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ബ്ലോക്കിനുള്ള ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതേപോലെ ആ വാള് ഒരു എനിമി 3 എനിമി ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളെ മാത്രം കടത്തി വിടുന്ന രീതിയിൽ നമുക്ക് വാള് സെറ്റ് ചെയ്യാൻ പറ്റും. അതെല്ലാം ഇതേപോലെ പ്രസൻസ് ഓഫ് മൈൻഡാണ്. ഇപ്പോൾ അവിടെ പറ്റിയില്ല. Rook Enemy has doesn't been want to slain. be your enemy. Wait for me. നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ സൈഡിൽ ഒരു ഡോളറിൻ്റെ ഒരു ഇത് കാണും. അതിൽ നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങനെ നമ്മുടെ ബാറ്റ് എംബ്ലംസും എക്യുപ്മെൻറ്റ്സൊക്കെ വാങ്ങിക്കൊണ്ടേയിരിക്കും. അതായത് അവിടെ ടീമിൻ്റെ ബാലൻസ് നമുക്ക് കിട്ടുന്നതിൻ്റെ ബാലൻസ് എല്ലാം കൂടിയിട്ടാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രയോറിറ്റി എപ്പോഴും നമ്മുടെ എക്യുപ്മെൻറ്റ്സിനെ ആഡ് ചെയ്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് നമ്മുടെ ടീമേറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ബട്ട് നമുക്കൊന്നുകൂടി അഡ്വാൻറ്റേജ് കിട്ടും. അതുപോലെ നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ടീം ഇത്രയും അഡ്വാൻറ്റേജ് ആയത്, ഇത്രയും ഫ്രണ്ടിൽ പോയത്. അതായത് ആ വാള് സ്ട്രൈക്ക് ഉള്ളതുകൊണ്ട് കാരണം. അതുപോലെ തന്നെ എനിമി ഹീറോസ് അവിടുന്ന് റീകോളായി വരുന്ന സമയത്ത് നമുക്ക് അവർ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. 2-3 സെക്കൻഡ് നമുക്കവിടെ ടൈം കിട്ടും. പിന്നെ ഇത് ഫിനിഷിങ് മൊമെൻ്റ് ആണ്. ഇത് ലോക്കിനെ യൂസ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. ഇതുപോലത്തെ സിമ്പിളായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. പക്ഷേ സപ്പോർട്ട് മാത്രമാണ്